മോദിയുടെ ഗ്യാരണ്ടിയെ ആരും വിശ്വസിക്കാൻ പോകുന്നില്ലെന്ന് മുൻ കേന്ദ്രമന്ത്രി പി ചിദംബരം. അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റവും തൊഴിലില്ലായ്മയും ദുസ്സഹമായി മാറിയെന്നും ചിദംബരം. എക്സാലോജി കേസിൽ മകൾ വീണയുടെ കമ്പനിക്കെതിരായ കർണാടക ഹൈക്കോടതി വിധിയെ തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. സിപിഎമ്മിലെ പിണറായി യുഗത്തിന് അന്ത്യമാകുകയാണെന്ന് കെ.പി.സി.സി പ്രസിഡന്റ് കെ. സുധാകരൻ. കുതിരാൻ തുരങ്കത്തിലെ ഗാൻട്രി കോൺക്രീറ്റിംഗിൽ വിള്ളൽ കണ്ടെത്തി. 4 ദിവസം മുൻപ് നടത്തിയ ഗാൻട്രി കോൺക്രീറ്റിംഗിലാണ് വിള്ളൽ കണ്ടെത്തിയത്. കുന്നംകുളം നഗരത്തിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണ പരമ്പര. 3 വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും പണം കവർന്നു. ജനസേവന കേന്ദ്രത്തിലെ CCTV ക്യാമറ മോഷ്ടാവ് തകർത്തു. കൃഷിനാശം മൂലം മധുക്കര വടക്ക് കോൾപ്പടവിലെ കർഷകർ പ്രതിസന്ധിയിൽ. മുൻ വർഷങ്ങളിൽ ലഭിച്ചിരുന്ന വിളവിന്റെ പകുതി മാത്രമാണ് ഇത്തവണ കർഷകർക്ക് ലഭിച്ചത്. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. തൊഴിലില്ലായ്മയ്ക്കും വിലക്കയറ്റത്തിനുമെതിരെ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ കേന്ദ്രമന്ത്രി ചിദംബരം MP. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ കെ. സുധാകരൻ MPയും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും നയിക്കുന്ന സമരാഗ്നി ജനകീയ പ്രക്ഷോഭയാത്രയ്ക്ക് തൃശൂരിൽ നൽകിയ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നരേന്ദ്രമോദി ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ എല്ലാം അദ്ദേഹം മറന്നെങ്കിലും ഈ നാട്ടിലെ ജനങ്ങളൊന്നും അത് മറന്നിട്ടില്ല. അതുകൊണ്ട് മോദിയുടെ ഗ്യാരണ്ടിയെ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. കേന്ദ്ര സർക്കാരിന്റെ നേരിട്ട് നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങളിൽ 10 ലക്ഷം തൊഴിൽ അവസരങ്ങൾ ഫിൽ ചെയ്യാതെ കിടക്കുകയാണെന്നും രാജ്യത്ത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കോൺഗ്രസിന് മാത്രമേ കഴിയൂവെന്നും ചിദംബരം പറഞ്ഞു. മോദി സർക്കാരും പിണറായി സർക്കാരും രാജ്യത്തിന് ഭാരമാണെന്നും ഇതുപോലെ കള്ളപ്പണമുണ്ടാക്കാൻ സമർത്ഥനായ ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മറ്റൊരിടത്തും ഉണ്ടാകില്ലെന്നും കെ.പി.സി.സി പ്രസിഡന്റ് കെ. സുധാകരൻ MP പറഞ്ഞു. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ അധ്യക്ഷത വഹിച്ചു. MPമാർ, MLAമാർ, കോൺഗ്രസ് നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. മുഴുവൻ ആളുകൾക്കും വീട് നൽകുമെന്നുള്ള വാഗ്ദാനം പാലിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടോ? നമ്മളിപ്പോൾ നിൽക്കുന്നത് 2024-ലാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ കെ.പി.സി.സി പ്രസിഡന്റ് കെ. സുധാകരനും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും നയിക്കുന്ന ജനകീയ പ്രക്ഷോഭയാത്ര സമരാഗ്നിയുടെ ഭാഗമായി ജനകീയ ചർച്ചാ സദസ്സ് തൃശൂരിൽ സംഘടിപ്പിച്ചു. കെ.പി.സി.സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ജില്ലയിലെ ജനകീയ പ്രശ്നങ്ങൾ ചോദിച്ചറിഞ്ഞു. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 3 പരാതികൾ സദസ്സിൽ ഉന്നയിച്ചു. തനിക്ക് പണം തന്നുവെന്ന് മന്ത്രിമാരായ വാസവനും പ്രൊഫസർ ആർ. ബിന്ദുവും പറയുന്നത് പച്ചക്കള്ളമാണെന്ന് മരണപ്പെട്ട ഫിലോമിനയുടെ ഭർത്താവ് ദേവസി പറഞ്ഞു. ആദിവാസി മേഖലയിലെ വിവിധ പ്രശ്നങ്ങൾ, വന്യജീവി ശല്യം, ടോൾ നിർത്തലാക്കണമെന്ന ആവശ്യം, കർഷകരുടെ പ്രശ്നങ്ങൾ, പട്ടയ പ്രശ്നം, തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സാ സൗകര്യങ്ങളുടെ അപര്യാപ്തത, PSC പ്രശ്നം തുടങ്ങി നിരവധി ജനകീയ വിഷയങ്ങൾ ജനകീയ ചർച്ചാ സദസ്സിൽ ഉന്നയിച്ചു. MPമാരായ TN പ്രതാപൻ, രമ്യ ഹരിദാസ്, MLAമാരായ TJ സനീഷ് കുമാർ ജോസഫ്, സജി ജോസഫ്, DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റ്, A. ഷുക്കൂർ തുടങ്ങി KPCC ഭാരവാഹികളും DCC ഭാരവാഹികളും സദസ്സിൽ സന്നിഹിതരായിരുന്നു. എക്സാലോജി കേസിൽ മകൾ വീണയുടെ കമ്പനിക്കെതിരായ വിധിയെ തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. CPMലെ പിണറായി യുഗത്തിന് അന്ത്യമാവുകയാണെന്ന് കെ.പി.സി.സി പ്രസിഡന്റ് കെ. സുധാകരനും അഭിപ്രായപ്പെട്ടു. കോൺഗ്രസ് ജനകീയ പ്രക്ഷോഭയാത്ര സമരാഗ്നിയുടെ ഭാഗമായി തൃശൂർ DCC ഓഫീസിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും. ഒരു സേവനവും ചെയ്യാതെയാണ് വീണ വിജയന്റെ കമ്പനി കോടികൾ കൈപ്പറ്റിയതെന്നും ഒരു നിമിഷം പോലും മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ പിണറായി യോഗ്യനല്ലെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. വളരെ ഗൗരവതരമായ അന്വേഷണമാണ്. മുഖ്യമന്ത്രി അദ്ദേഹം ആ സ്ഥാനത്തിരിക്കുമ്പോഴാണ് മകളുടെ കമ്പനി ഒരു ഷെൽ കമ്പനി പോലെ മാറുകയും കോടിക്കണക്കിന് രൂപ വിവിധ സ്ഥാപനങ്ങളിൽ നിന്നും ഈ അക്കൗണ്ടിലേക്ക് ഒരു സർവീസും പ്രൊവൈഡ് ചെയ്യാതെ പ്രവഹിക്കുകയും ചെയ്തു. സത്യത്തിൽ ഒരു നിമിഷം പോലും അദ്ദേഹം മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ യോഗ്യനല്ല. അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം ഈ അന്വേഷണം പൂർത്തിയാകുന്നത് വരെ രാജിവെച്ച് മാറി നിൽക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അത്രമാത്രം ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു വളരെ ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഈ ഹൈക്കോടതി ജഡ്ജ്മെന്റിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. CPMും BJPയും തമ്മിൽ സെറ്റിൽമെന്റ് രാഷ്ട്രീയമാണ് കളിക്കുന്നത്. ലൈഫ് മിഷൻ കേസിൽ ലൈഫ് മിഷൻ ചെയർമാനായ മുഖ്യമന്ത്രിയുടെ ഒരു മൊഴി പോലും കേന്ദ്ര ഏജൻസി എടുത്തിട്ടില്ല. SNC ലാവ്ലിൻ കേസ് 37 തവണ മാറ്റിവെച്ചു. കോൺഗ്രസിനെ തകർക്കുകയാണ് കേന്ദ്രത്തിന്റെ ലക്ഷ്യമെന്നും അതിന്റെ ഭാഗമായി കരുവന്നൂർ കേസും കൊടകര കുഴൽപ്പണ കേസും തമ്മിൽ
ധാരണ ഉണ്ടാക്കുകയാണെന്നും കൊടകര കേസിൽ BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനെ പോലീസ് പൂർണ്ണമായും ഒഴിവാക്കി റിപ്പോർട്ട് സമർപ്പിച്ചതായും സതീശൻ ആരോപിച്ചു. തൃശൂരിലെ കേന്ദ്ര അരിവിതരണം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്നും പൊതുവിതരണ സംവിധാനം വഴിയാണ് അരിവിതരണം നടത്തേണ്ടതെന്നും സതീശൻ പറഞ്ഞു. മുസ്ലിം ലീഗ് ഒഴികെയുള്ള ഘടകകക്ഷികളുമായി തെരഞ്ഞെടുപ്പ് ചർച്ച അവസാനിച്ചതായും സ്ഥാനാർത്ഥികളെ കൃത്യസമയത്ത് തീരുമാനിക്കുമെന്നും സതീശൻ കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രിക്കെതിരായ ആരോപണങ്ങളിൽ ചാടിവീണ് പ്രതിരോധം തീർക്കുന്ന കെ ബാലൻ അടക്കമുള്ളവരെ ഇപ്പോൾ പ്രസ്താവനയുമായി കാണാനില്ലെന്നും CPM-ൽ പിണറായി യുഗത്തിന് അന്ത്യം കുറിക്കുന്നതിന്റെ സൂചനയാണിതെന്നും കെ സുധാകരൻ പറഞ്ഞു. മാസപ്പടി കേസിൽ SFIO അന്വേഷണം തുടരാമെന്ന് ബാംഗ്ലൂർ ഹൈക്കോടതിയുടെ വിധിക്ക് ശേഷം മുഖ്യമന്ത്രിക്ക് CPM നിന്ന് പിന്തുണ കുറയുന്ന കാഴ്ചയാണ് നമ്മുടെ മുമ്പിൽ നിന്നുള്ളത്. CPM-ലെ പിണറായി യുഗത്തിന് ഇതൊരു അന്ത്യമായിരിക്കും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല. മുഖ്യമന്ത്രിക്കെതിരായ ആരോപണങ്ങളിൽ ചാടി വീണ് പ്രതിരോധം തീർക്കുന്ന CPM നേതാക്കന്മാരെ ഇപ്പൊ കാണാനേയില്ല. CPM-ൽ പിണറായി യുഗത്തിന് അന്ത്യമാകുന്നു എന്നതിന്റെ സൂചനയായി ഞങ്ങൾ അതിനെ വീക്ഷിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ കുടുംബം നടത്തിയ സാമ്പത്തിക ഇടപാടിനെ ന്യായീകരിക്കാൻ നിന്നാൽ സ്വയം നാറുമെന്ന തിരിച്ചറിവിലാണ് പതിവ് ന്യായീകരണ തൊഴിലാളികൾ പിന്മാറിയതെന്നും കെ സുധാകരൻ കൂട്ടിച്ചേർത്തു. MP-മാരായ TN പ്രതാപൻ, രമ്യ ഹരിദാസ്, KPCC ഭാരവാഹികളായ A ഷുക്കൂർ, പത്മജ വേണുഗോപാൽ, DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. കുതിരാൻ തുരങ്കത്തിലെ ഗാൻട്രി കോൺക്രീറ്റിംഗിൽ വിള്ളൽ കണ്ടെത്തി. പാലക്കാട് നിന്നും തൃശൂരിലേക്ക് വരുന്ന തുരങ്കത്തിലെ ഗാൻട്രി കോൺക്രീറ്റിംഗിലാണ് വിള്ളൽ കണ്ടത്. നിലവിൽ 20 മീറ്ററോളം ഗാൻട്രി കോൺക്രീറ്റിംഗ് ആണ് നടത്തിയിട്ടുള്ളത്. മഴക്കാലത്ത് തുരങ്കത്തിനുള്ളിലേക്ക് മലമുകളിൽ നിന്നും വെള്ളം കടക്കുന്നത് തടയാൻ വേണ്ടിയാണ് ഗാൻട്രി കോൺക്രീറ്റിംഗ് നടത്തുന്നത്. 2 തുരങ്കങ്ങളും ഗതാഗതത്തിനായി തുറന്നുകൊടുത്തിരുന്നുവെങ്കിലും ആദ്യ തുരങ്കത്തിൽ പൂർണ്ണമായും ഗാൻട്രി കോൺക്രീറ്റിംഗ് നടത്തിയിരുന്നില്ല. 490 മീറ്റർ ദൂരമാണ് ഗാൻട്രി കോൺക്രീറ്റിംഗ് നടത്താനുള്ളത്. കുന്നംകുളം നഗരത്തിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണ പരമ്പര. 3 വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും പണം കവർന്ന മോഷ്ടാവ് 4 വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണശ്രമം നടത്തി. കുന്നംകുളം ഗുരുവായൂർ റോഡിലെ ഖാദി ഭവന് സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലാണ് മോഷണവും മോഷണശ്രമവും നടത്തിയിട്ടുള്ളത്. ജനസേവാ കേന്ദ്രത്തിൽ നിന്ന് 3000 രൂപയും CV സ്റ്റോറിൽ നിന്ന് 3400 രൂപയും രാഗം വാച്ചുകടയിൽ നിന്ന് 500 രൂപയും കവർന്ന മോഷ്ടാവ് 4ഓളം വ്യാപാര സ്ഥാപനത്തിൽ മോഷണശ്രമവും നടത്തിയിട്ടുണ്ട്. ഞായറാഴ്ച പുലർച്ചെ 1 മണിക്കും 4 മണിക്കും ഇടയിലാണ് മോഷണം നടന്നിട്ടുള്ളത്. ജനസേവന കേന്ദ്രത്തിലെ CCTV ക്യാമറ മോഷ്ടാവ് തകർത്ത നിലയിലാണ്. കുന്നംകുളം സബ് ഇൻസ്പെക്ടർ രാജു, സിവിൽ പോലീസ് ഓഫീസർ ഷംനാഥ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം മേഖലയിലെ CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. മോഷണ പരമ്പര നടന്ന സ്ഥലങ്ങളിൽ വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി. മധുകര വടക്ക് കോൾപ്പടവിൽ കൃഷിനാശം മൂലം കർഷകർ പ്രതിസന്ധിയിൽ. പടവിൽ കൊയ്ത്ത് പകുതിയിലേറെ പിന്നിടുമ്പോൾ മുൻ വർഷങ്ങളിൽ ലഭിച്ചിരുന്ന വിളവിന്റെ പകുതി മാത്രമാണ് ഇത്തവണ കർഷകർക്ക് ലഭിക്കുന്നത്. വായ്പയെടുത്തും പാട്ടത്തിനും കൃഷി ഇറക്കിയ കർഷകർക്ക് ഭീമമായ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളതെന്ന് കർഷകനും പൊതുപ്രവർത്തകനുമായ സദാശിവൻ മധുകര പറഞ്ഞു. കഴിഞ്ഞ ദിവസം കൊയ്ത്ത് കഴിഞ്ഞ മധുക്കര വടക്കേപ്പുറം കോൾപ്പടവിൽ ഏക്കറയ്ക്ക് 15 ടണ്ണ് 12 ടണ്ണൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ഏക്കറയ്ക്ക് 32 ടണ്ണ് 30 ടണ്ണ് വരെ കിട്ടിയിരുന്നത് ഈ വർഷം നേർ പകുതിയായിരിക്കുകയാണ്. വായ്പകൾ തിരിച്ചടയ്ക്കാനും പാട്ടത്തുക നൽകാനും എന്ത് ചെയ്യുമെന്നറിയാതെ കർഷകർ ആശങ്കയിലാണ്. ഏക്കറിന് 3000 കിലോ വിളവ് ലഭിച്ചിരുന്ന സ്ഥാനത്ത് ഇത്തവണ ശരാശരി 1500 കിലോ പോലും വിളവ് ലഭിച്ചിട്ടില്ലെന്ന് കർഷകർ പറയുന്നു. 230 ഏക്കർ വിസ്തൃതിയുള്ള മധുകര വടക്കേപ്പുറം കോൾപ്പടവിൽ ഉമാവിത്ത് ഉപയോഗിച്ചാണ് കൃഷി ഇറക്കിയിട്ടുള്ളത്. ഏക്കറിന് ഏകദേശം 35,000 രൂപ ഓരോ കർഷകരും കൃഷി ചെലവ് വന്നിട്ടുണ്ട്. നെല്ലിന് വിവിധ ഘട്ടങ്ങളിൽ വന്ന കീടാക്രമണവും രോഗങ്ങളുമാണ് വിളവ് ഇത്ര മോശമാകാൻ കാരണമെന്ന് കർഷകർ കരുതുന്നു. കൃഷിനാശം മൂലം വിളവ് കുറഞ്ഞ കർഷകർക്ക് നഷ്ടപരിഹാരം, ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും ലഭ്യമാക്കുന്നതിന് അടിയന്തര നടപടിയുണ്ടാകണമെന്നാണ് കർഷകരുടെ ആവശ്യം. TCV ന്യൂസ്, പാവറട്ടി. കുറുമാലിപ്പുഴയിലെ ആറ്റപ്പള്ളി കടവിൽ പുഴയിലേക്ക് കാൽ വഴുതി വീണ് വിദ്യാർത്ഥിനി മരിച്ചു. കല്ലേറ്റിങ്ങര ചെമ്പൂത്തുപറമ്പിൽ ഹാഷിമിന്റെ മകൾ 14 വയസ്സുള്ള ഫാത്തിമ തൻവീറാണ് മരിച്ചത്. മറ്റത്തൂരിലുള്ള ബന്ധുവീട്ടിലെത്തിയ കുട്ടി അമ്മയോടും മറ്റു ബന്ധുക്കളോടുമൊപ്പം പുഴയോരത്ത് എത്തിയതായിരുന്നു. അബദ്ധത്തിൽ കാൽ വഴുതി പുഴയിൽ വീണ കുട്ടിയെ സമീപവാസികൾ ചേർന്ന് കൊടകരയിലെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല. ഇരിങ്ങാലക്കുട ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. കൊടകര പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. തൃശൂർ ബിനി ബസ് സ്റ്റോപ്പിന് സമീപം അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. ചിയാരം ഒരിപ്പറമ്പിൽ 52 വയസ്സുള്ള ഗ്രേസിയാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാവിലെയായിരുന്നു അപകടം. ആനക്കല്ല് റൂട്ടിലോടുന്ന ഓറഞ്ച് എന്ന ബസിന്റെ ടയർ ഇവരുടെ ദേഹത്തുകൂടി കയറിയിറങ്ങുകയായിരുന്നു.
ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ കലശച്ചടങ്ങുകളിൽ പ്രധാനമായ തത്വകലശം തിങ്കളാഴ്ച നടക്കും. ബ്രഹ്മകലശത്തോടെയും സഹസ്ര കലശാഭിഷേകത്തോടെയും 8 ദിവസം നീണ്ടുനിൽക്കുന്ന കലശച്ചടങ്ങുകൾക്ക് സമാപനമാകും. ക്ഷേത്രത്തിൽ പൂജകൾ നേരത്തെ പൂർത്തിയാക്കിയ ശേഷമാണ് തത്വകലശ ചടങ്ങുകൾ തുടങ്ങുക. തുടർന്ന് ക്ഷേത്രം നാലമ്പലത്തിലെ നമസ്കാര മണ്ഡപത്തിൽ ഹോമകുണ്ഠമൊരുക്കി തന്ത്രി നമ്പൂതിരിപ്പാട് നാഡീസന്താന പൂജ നടത്തിയ ശേഷം ഭഗവാന് തത്വകലശാഭിഷേകം നിർവഹിക്കും. ഉച്ചപൂജയും തന്ത്രി നിർവഹിക്കും. രാത്രി തൃപ്പുകയ്ക്ക് ശേഷം തന്ത്രി അനുജ്ഞാ ചടങ്ങും നടത്തും. ചൊവ്വാഴ്ച നടക്കുന്ന അതിപ്രധാനമായ ബ്രഹ്മകലശത്തിനായി ഗുരുവായൂരപ്പനോട് അനുവാദം ചോദിക്കുന്ന ചടങ്ങാണ് അനുജ്ഞ. കലശമണ്ഡപമായ കൂത്തമ്പലത്തിൽ 1000 കുംഭങ്ങളിൽ ശ്രേഷ്ഠദ്രവ്യങ്ങൾ നിറച്ച് പൂജ നടത്തി ചൈതന്യവത്താക്കിയ കലശങ്ങൾ കീഴ്ശാന്തി നമ്പൂതിരിമാർ കൈമാറി ശ്രീലകത്തെത്തിച്ച് അഭിഷേകം ചെയ്യും. മണിക്കൂറുകളോളം നീണ്ടുനിൽക്കുന്ന ഈ ചടങ്ങിന് ശേഷം വെഞ്ചാമരം, മുത്തുക്കുട, ആലവട്ടം, നാദസ്വരമടക്കമുള്ള വാദ്യങ്ങളുടെ അകമ്പടിയിൽ ബ്രഹ്മകലശം ശ്രീലകത്തേക്ക് എഴുന്നള്ളിക്കും. ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മകലശവും ക്ഷേത്രം ഓദിക്കൻ കുംഭേശ കലശവും ശ്രീലകത്തേക്ക് എഴുന്നള്ളിച്ച് ഭഗവാന് അഭിഷേകം ചെയ്യും. ഇതോടെ ഉത്സവത്തിന് മുന്നോടിയായി നടക്കുന്ന കലശ ചടങ്ങുകൾക്ക് സമാപനമാകും. ഉത്സവത്തിന് തുടക്കം കുറിച്ച് ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 3-ന് ആനയോട്ടവും രാത്രി കൊടിയേറ്റവും നടക്കും. TCV ഗുരുവായൂർ. സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവം വർണ്ണപ്പകിട്ട് തൃശൂരിൽ അരങ്ങ് തകർക്കുന്നു. ട്രാൻസ് സമൂഹത്തിന്റെ സർഗാവിഷ്കാരങ്ങളുടെ സംഗമവേദിയായി സാംസ്കാരിക നഗരി. കവിതാലാപനം, മാപ്പിളപ്പാട്ട്, സിനിമാറ്റിക് ഡാൻസ്, ഭരതനാട്യം, ഫാൻസി ഡ്രസ്, സംഘഗാനം, സംഘനൃത്തം, നാടോടി നൃത്തം എന്തിന് ശരീര സൗന്ദര്യ മത്സരം വരെ കലോത്സവത്തിന് വർണ്ണപ്പകിട്ടേകുന്നു. ഇങ്ങനെ സർവ്വമേഖലകളിലും മികവ് തെളിയിച്ച കലാപ്രതിഭകളുടെ സംഗമവേദിയായി ട്രാൻസ്ജെൻഡർ സംസ്ഥാന കലോത്സവം മാറ്ററിയിച്ചു കഴിഞ്ഞു. തലസ്ഥാനത്ത് നിന്നുള്ള വൈതരണിയുടെ ഭരതനാട്യം 2ാം ദിനത്തിന് കൂടുതൽ മികവേകി. തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ നേഴ്സ് കൂടിയായ വൈതരണി ജോലി തിരക്കിനിടയിലും നൃത്താധ്യാപനം നടത്തുന്നുണ്ട്. സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളിൽ പങ്കെടുത്ത ഒട്ടനവധി പ്രതിഭകളടങ്ങിയ ശിഷ്യസമ്പത്തും ഈ കലാകാരിക്കുണ്ട്. സ്കൂൾ കാലങ്ങളിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം പഠിക്കാനോ പങ്കെടുക്കാനോ പറ്റാതിരുന്ന കലാപ്രവർത്തനം സ്വന്തം കാലിൽ നിന്ന് തുടങ്ങിയപ്പോൾ യാഥാർത്ഥ്യമാക്കിയതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് ഈ കലാകാരി. ട്രാൻസ്ജെൻഡേഴ്സ് ഇതിന് പ്രത്യേകമായിട്ട് വന്ന ഒരു വേദി വലിയൊരു സഹായം തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് പറയാനും ഒക്കെ ഒരു നല്ലൊരു വേദി കിട്ടുന്നുണ്ട്. നല്ലൊരു പ്രോത്സാഹനമുണ്ട്. നമുക്ക് ഇവിടെ വന്നപ്പോഴത്തേക്കും ഞങ്ങൾ ഇത്രയും പേരുണ്ടാവുമെന്ന് പോലും വിചാരിച്ചില്ല. ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്ന കുറേ പേരുണ്ട്. വൈതരണിയെ പോലെ അഭിഭാഷക വിദ്യാർത്ഥിനി, കവികൾ, വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവരെല്ലാം അണിനിരന്നും അരങ്ങിലെത്തിയും കലോത്സവം ശ്രദ്ധയാകർഷിക്കുന്നു. സംസ്ഥാന സർക്കാർ നമ്മൾ പോളിസിയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ കമ്മ്യൂണിറ്റികൾക്ക് കലാപരമായ കഴിവുകൾ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും അപ്പോൾ അതൊരു നമ്മൾ ട്രാൻസ്ജെൻഡർ ഫെസ്റ്റായിട്ടാണ് ഈ വർഷം നടത്തുന്നത്. പിന്നെ കമ്മ്യൂണിറ്റികളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒത്തുചേരാനും അവരുടെ കലാപരമായ കഴിവുകൾ ഉണർത്താനും അതുകൂടാതെ തന്നെ സമൂഹത്തിൽ കമ്മ്യൂണിറ്റികൾക്ക് ശരിക്കും പലരും പല രീതിയിലാണ് കമ്മ്യൂണിറ്റികളെ വിലയിരുത്തുന്നത്, സംസാരിക്കുന്നതൊക്കെ. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം, ഇത്രയും കലാപരമായ കഴിവുകളുള്ള കമ്മ്യൂണിറ്റികളാണ് എന്നുള്ളത് സമൂഹത്തിന് ശരിക്കും ഒരു വേദി കൂടിയാണ് ഇത്. സമൂഹത്തിന്റെ നാനാതുറകളിൽപ്പെട്ടവർ ഇവർക്ക് പ്രോത്സാഹനവും പിന്തുണയുമേകുന്നുണ്ട്. സാമൂഹ്യനീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ 3 ദിവസങ്ങളിലായി തൃശൂർ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ചിരിക്കുന്ന സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവം തിങ്കളാഴ്ച സമാപിക്കും. TCV തൃശൂർ. സാംസ്കാരിക പ്രവർത്തകരുമായുള്ള മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിയുടെ പ്രചരണാർത്ഥം തൃശൂരിൽ ചിത്രമതിലൊരുക്കി. നവകേരള സദസ്സിന്റെ തുടർച്ചയായി സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ പ്രചരണത്തിനായാണ് എല്ലാ ജില്ലകളിലെയും നഗരസ്ഥിര കേന്ദ്രങ്ങളിലെ ചുമരുകളിൽ മുഖാമുഖം പരിപാടിയുടെ ലോഗോ ചിത്രമതിലായി കേരള ലളിതകലാ അക്കാദമി ഒരുക്കിയത്. തൃശൂരിൽ P. ബാലചന്ദ്രൻ MLA രാമനിലയത്തിന്റെ മതിലിൽ ചിത്രം വരച്ച് ഉദ്ഘാടനം ചെയ്തു. കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവള്ളൂർ മുരളി അധ്യക്ഷത വഹിച്ചു. ലളിതകലാ അക്കാദമി മാനേജർ സുഗതകുമാരി, നിരവധി കലാകാരന്മാരും പങ്കെടുത്തു. 2000-ഓളം പ്രതിനിധികൾ പങ്കെടുക്കുന്ന മുഖാമുഖം ഈ മാസം 25-ാം തീയതി പുഴയ്ക്കൽ ലുലു കൺവെൻഷൻ സെന്ററിൽ നടക്കും. കലാ സാംസ്കാരിക മേഖലയിൽ നിന്നും തെരഞ്ഞെടുത്ത പ്രത്യേക അതിഥികളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ സംവദിക്കും.
KPCC പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും നയിക്കുന്ന സമരാഗ്നി ജാഥയുടെ വടക്കൻ ജില്ലാ പര്യടനം ചാലക്കുടിയിൽ സമാപിച്ചു. നിശ്ചയിച്ചതിനേക്കാളും 1.5 മണിക്കൂർ വൈകിയാണ് ജാഥ എത്തിയതെങ്കിലും ആയിരക്കണക്കിന് പ്രവർത്തകർ അക്ഷമരായി കാത്തിരുന്നു. ഇന്ത്യാമുക്ത കോൺഗ്രസ് എന്ന ഗൂഢലക്ഷ്യത്തിന് നരേന്ദ്രമോദി കേരളത്തിൽ കൂട്ടുപിടിച്ചിരിക്കുന്നത് പിണറായി വിജയനെയാണെന്ന് സ്വീകരണത്തിന് നന്ദി പറഞ്ഞ പ്രസംഗത്തിൽ കെ സുധാകരൻ പറഞ്ഞു. അല്ലായിരുന്നുവെങ്കിൽ ഇത്രയേറെ അഴിമതി നടത്തിയ പിണറായി വിജയനും കൂട്ടരും ജയിലിലാകുമായിരുന്നു. എന്നാൽ ഇരു സർക്കാരുകളുടെ ഭരണത്താൽ എല്ലാം നഷ്ടപ്പെട്ട ജനങ്ങൾ ഇതിനെ ശക്തമായി പ്രതികരിക്കുമെന്നും KPCC പ്രസിഡന്റ് പറഞ്ഞു. രാജ്യത്തെ നശിപ്പിക്കുന്ന BJP സർക്കാരിനും കേരളത്തെ അഴിമതിയിൽ മുക്കിയ പിണറായി സർക്കാരിനും എതിരെയുള്ള യുദ്ധമാണ് UDF നടത്തുന്നതെന്നും ഇതിൽ എല്ലാ വിഭാഗം ജനങ്ങളും അണിനിരക്കണമെന്നും VD സതീശൻ പറഞ്ഞു. ഇൻഡോർ സ്റ്റേഡിയം ഗ്രൗണ്ടിൽ നടന്ന യോഗത്തിൽ സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു. ദീപ്തി മേരി വർഗീസ്, A ഷുക്കൂർ, ബിന്ദു കൃഷ്ണ, MP മാരായ ബെന്നി ബെഹനാൻ, TN പ്രതാപൻ, DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, നഗരസഭാ ചെയർമാൻ എബി ജോർജ്, ഷാനിമോൾ ഉസ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തിന് മുന്നോടിയായി കോൺഗ്രസ് പ്രവർത്തകർ നഗരത്തിൽ പ്രകടനം നടത്തി. തൃശൂർ അതിരൂപത സംഘടിപ്പിക്കുന്ന സമുദായ ജാഗ്രതാ സമ്മേളനത്തിന് മുന്നോടിയായി വിവിധ ഇടവകകളിൽ സമുദായ ജാഗ്രതാ ദിനം ആചരിച്ചു. ജാഗ്രതാ ദിനാചരണത്തിന്റെ ഭാഗമായി പള്ളികളിൽ വിശദീകരണ യോഗങ്ങളും റാലികളും നടന്നു. സമുദായ ജാഗ്രതാ ദിനാചരണത്തിന്റെ അതിരൂപതാതല ഉദ്ഘാടനം കിള്ളിമംഗലം സെന്റ് ആന്റണീസ് പള്ളിയിൽ മാർ ടോണി നീലങ്കാവിൽ നിർവഹിച്ചു. കത്തോലിക്ക കോൺഗ്രസ് അതിരൂപത പ്രസിഡന്റ് ജോഷി വടക്കൻ അധ്യക്ഷത വഹിച്ചു. വികാരി ഫാദർ ആൻസൺ നീലങ്കാവിൽ, കത്തോലിക്ക കോൺഗ്രസ് ഭാരവാഹികളായ റോണി അഗസ്റ്റിൻ, അനൂപ് പുന്നപ്പുഴ തുടങ്ങിയവർ സംസാരിച്ചു. ഈ മാസം 25-ാം തീയതിയാണ് തൃശൂർ സെന്റ് തോമസ് കോളേജിൽ സമുദായ ജാഗ്രതാ സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത്. കുറൂരമ്മ ദിനത്തോടനുബന്ധിച്ച് ഗുരുവായൂർ നായർ സമാജം നൽകിവരുന്ന ശിവപത്മം പുരസ്കാരം പ്രശസ്ത കവിയും ഗാനരചയിതാവും സംവിധായകനുമായ ശ്രീകുമാരൻ തമ്പിക്ക് സമ്മാനിച്ചു. ടൗൺഹാളിൽ നടന്ന ചടങ്ങിൽ ഫലകം, പ്രശസ്തിപത്രം, 10,001 രൂപ മാതൃദക്ഷിണ, പൊന്നാട എന്നിവയടങ്ങിയ പുരസ്കാരം ജസ്റ്റിസ് P. ഗോപിനാഥാണ് സമ്മാനിച്ചത്. ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് മാതൃദക്ഷിണയും P. വേണുഗോപാൽ പ്രശസ്തി പത്ര സമർപ്പണവും നിർവഹിച്ചു. ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ പുരസ്കാര ജേതാവിനെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. ഡോക്ടർ DM വാസുദേവൻ അധ്യക്ഷത വഹിച്ചു. കുറൂരമ്മ ദിനാഘോഷത്തിന്റെ ഭാഗമായി ഗുരുവായൂരപ്പന് ശ്രീലകത്ത് നെയ്വിളക്ക് സമർപ്പണം, ഗണപതി ഹോമം, കുറൂരമ്മയുടെ ബിംബത്തിൽ മാല ചാർത്തൽ, പുഷ്പാർച്ചന, ഗുരുവായൂരപ്പ സന്നിധിയിൽ നിന്ന് കൃഷ്ണവിഗ്രഹവും നാരായണീയവും എഴുന്നള്ളിക്കൽ, സമ്പൂർണ്ണ നാരായണീയ പാരായണം എന്നിവയും ഉണ്ടായിരുന്നു. പൊയ്യ പഞ്ചായത്ത് പദ്ധതിയിൽ നീന്തൽ പരിശീലനത്തിന് തുടക്കമായി. പൂപ്പത്തി മംഗലം കുളത്തിലാണ് കുട്ടികൾക്കായി നീന്തൽ പരിശീലനം തുടങ്ങിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസ് അടക്കമുള്ള അമ്മമാരും നീന്തൽ പരിശീലിക്കുന്നുണ്ട്. കൂടാതെ 4 പഞ്ചായത്ത് അംഗങ്ങളും പരിശീലിക്കുന്നുണ്ട്. ആദ്യ ദിവസം കാഴ്ചക്കാരായി നിന്നെങ്കിലും പിറ്റേന്ന് കുട്ടികൾക്ക് ധൈര്യം പകരാനാണ് അമ്മമാർ കുളത്തിലിറങ്ങിയത്. 3-ാം ദിവസത്തിൽ തന്നെ വായു നിറച്ച ട്യൂബ് ധരിച്ച് അവരും കുട്ടികൾക്കൊപ്പം നീന്താൻ തുടങ്ങി. വെള്ളത്തിനോടും അതുപോലെ നീന്തൽ പരിശീലനത്തോടും എനിക്ക് ഭയങ്കര ഭയമായിരുന്നു. ആദ്യ ദിവസം തന്നെ എല്ലാം നോക്കി കണ്ട് കരക്കി നിന്നു. 2-ാമത്തെ ദിവസവും അങ്ങനെ തന്നെ ചെയ്തു. 3-ാമത്തെ ദിവസം സാറ് ട്യൂബിട്ട് ഇറങ്ങാൻ പറഞ്ഞു. 2-ാമത്തെ ദിവസം ട്യൂബിട്ട് ഞാൻ ഇറങ്ങി. നല്ല രീതിയിൽ തന്നെ നീന്തൽ പരിശീലനം ഞാൻ പൂർത്തിയാക്കി. അതുപോലെ 5ഓളം അമ്മമാരും നല്ല രീതിയിൽ തന്നെ നീന്തൽ പരിശീലനം പൂർത്തിയാക്കി. ഈ തലമുറയുടെ ഒരു ആവശ്യകതയാണ് നീന്തൽ പരിശീലനം. നീന്തൽ പഠിക്കുക എന്നത് നമ്മുടെ ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഇതിനകം 16,000-ഓളം പേരെ പരിശീലിപ്പിച്ച MS ഹരിലാലിന്റെ നേതൃത്വത്തിൽ 5 പേരാണ് നീന്തൽ പരിശീലിപ്പിക്കുന്നത്. പൊയ്യ പഞ്ചായത്ത് പദ്ധതിയിൽ 76 കുട്ടികളാണ് നീന്തൽ പരിശീലിക്കുന്നത്. രാവിലെ 6:30 മുതൽ 7:30 വരെയുള്ള പരിശീലനത്തിന് മുന്നോടിയായി 10 മിനിറ്റ് യോഗയും വ്യായാമവും നിർബന്ധമാണ്. പരിശീലനം അവസാനിക്കുന്നതോടെ എല്ലാവരും ട്യൂബില്ലാതെ സ്വതന്ത്രമായി നീന്താൻ പഠിക്കും. 2010-ൽ മരിച്ച കായിക അധ്യാപകനായിരുന്ന അച്ഛൻ MU സുദർശനന്റെ സ്മരണയ്ക്ക് കൂടിയാണ് ഹരിലാൽ കുട്ടികളെ നീന്തൽ പഠിപ്പിക്കുന്നത്. പഞ്ചായത്ത് പദ്ധതിയിൽ പങ്കെടുത്തവർക്ക് തുടർ പരിശീലനത്തിനായി ഹരിലാലിന്റെ കുഴിക്കാട്ടുശ്ശേരിയിലെ പുരയിടത്തിൽ 1 ഏക്കറിലുള്ള മഷിക്കുളത്തിൽ അവസരം ഒരുക്കിയിട്ടുണ്ട്. TCV മാള. വെള്ളാനിക്കര കാർഷിക കോളേജിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷ പരിപാടികൾക്ക് സമാപനമായി. കോളേജ് അങ്കണത്തിൽ നടന്ന സമാപന സമ്മേളനം റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K. രാജൻ ഉദ്ഘാടനം ചെയ്തു. മണ്ണിനെ അറിഞ്ഞു തന്നെയാകണം നാം ജീവിക്കേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. കോളേജിലെ ബട്ടർഫ്ലൈ ഗാർഡൻ 1.5 ലക്ഷം രൂപ ചെലവഴിച്ച് നവീകരിച്ച 1980 ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളെയും മെസ് ജീവനക്കാരെയും മന്ത്രി അനുമോദിച്ചു. ഗോൾഡൻ ജൂബിലി ആഘോഷ കമ്മിറ്റി ചെയർമാൻ കൂടിയായ ഡീൻ ഡോക്ടർ മാണി ചെല്ലപ്പൻ അധ്യക്ഷത വഹിച്ചു. ആഘോഷ കമ്മിറ്റി കൺവീനർ ഡോക്ടർ ഗ്ലീന മേരി, കേരള കാർഷിക സർവകലാശാല
സർവകലാശാല രജിസ്ട്രാർ ഇൻചാർജ് ഡോക്ടർ P.O. നമീർ, സർവകലാശാല റിസർച്ച് ഡയറക്ടർ ഡോക്ടർ മധു സുബ്രഹ്മണ്യൻ, മാടക്കത്തറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര, വാർഡ് മെമ്പർ MS ഷിനോജ്, PTA പ്രസിഡന്റ് VO ജോയ് തുടങ്ങിയവർ സംസാരിച്ചു. എറിയാട് പഴയ ഹെൽത്ത് സെന്ററിന് സമീപം അനധികൃത മദ്യവിൽപ്പന നടത്തിവന്ന യുവാവിനെ കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ചെമ്മുണ്ടപ്പറമ്പിൽ ബൈജുവിനെയാണ് സർക്കിൾ ഇൻസ്പെക്ടർ M. ശശിധരൻ അറസ്റ്റ് ചെയ്തത്. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചു വച്ചിരുന്ന 9.75 ലിറ്ററോളം മദ്യം പിടിച്ചെടുത്തു. SI-മാരായ ഹറോൾഡ് ജോർജ്, ആന്റണി ജിംബിൾ, ജഗദീഷ്, CPM-മാരായ വിഷ്ണു, ഫൈസൽ, ജോസഫ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. മാഡം ക്യൂറി എൻട്രൻസ് അക്കാദമി തൃശൂരിൽ നടത്തിയ SSLC മോഡൽ പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. മാഡം ക്യൂറി എൻട്രൻസ് അക്കാദമി SSLC വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തിയ ഫിസിക്സ്, കെമിസ്ട്രി മോഡൽ പരീക്ഷാ ഫലമാണ് പ്രസിദ്ധീകരിച്ചത്. തൃശൂർ ഹോളി ഫാമിലി സ്കൂളിലെ ഉത്തര R. കൈമൾ, കൊടുങ്ങല്ലൂർ KKTM സർക്കാർ സ്കൂളിലെ സഫ സഫീർ എന്നിവർ തുല്യ മാർക്കോടെ 1ാം സ്ഥാനത്തെത്തി. 2ാം സ്ഥാനം തൃശൂർ സേക്രഡ് ഹാർട്ട് സ്കൂളിലെ നീരജ J. നായരും നാട്ടിക ഫിഷറീസ് ഗവൺമെന്റ് സ്കൂളിലെ PN അജ്വയും പങ്കിട്ടു. 3ാം സ്ഥാനത്തിന് തൃശൂർ സെന്റ് ക്ലെയേഴ്സ് സ്കൂളിലെ BS ഭദ്രയും ചേലക്കര LF സ്കൂളിലെ അജിന്ത്യ പ്രതീഷും അർഹരായി. വിജയികൾക്കുള്ള സമ്മാനദാന ചടങ്ങ് ഏപ്രിൽ 21 നടത്തുമെന്ന് മാഡം ക്യൂറി അക്കാദമി ഡയറക്ടർമാരായ KA ടോണി, PM സത്താർ, ശരത് കൃഷ്ണൻ എന്നിവർ അറിയിച്ചു. അന്നേ ദിവസം SSLC വിദ്യാർത്ഥികൾക്ക് വേണ്ടി മറ്റൊരു മത്സര പരീക്ഷയും മാഡം ക്യൂറി അക്കാദമി സംഘടിപ്പിക്കുന്നുണ്ട്. വിജയികൾക്ക് 40,000 രൂപയുടെ ക്യാഷ് പ്രൈസുകളുമുണ്ട്. പരീക്ഷയിൽ പങ്കെടുക്കുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കും 9207995077 എന്ന നമ്പറിലേക്ക് കുട്ടിയുടെ പേരും സ്കൂളിന്റെ പേരും വാട്സ്ആപ്പ് ചെയ്യേണ്ടതാണ്. ഭാരതരത്ന രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യരുതെന്ന് മുൻ MP അഡ്വക്കേറ്റ് തമ്പാൻ തോമസ്. HMKP സംയുക്താഭിമുഖ്യത്തിൽ തൃശൂർ പ്രസ് ക്ലബ് ഹാളിൽ നടത്തിയ കർപ്പൂരി താക്കൂർ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. HMKP സംസ്ഥാന പ്രസിഡന്റ് AS രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വിജയരാഘവൻ ചേലിയ, ടോമി മാത്യു, KS ജോഷി, ഡേവിസ് വില്ലടത്ത് തുടങ്ങിയവർ സംസാരിച്ചു. അർബൻ ബാങ്ക് ജീവനക്കാരുടെ ക്ഷാമബത്ത കുടിശ്ശിക ഉടൻ പ്രഖ്യാപിക്കണമെന്ന് കേരള അർബൻ ബാങ്ക് സ്റ്റാഫ് ഓർഗനൈസേഷൻ സംസ്ഥാന കൌൺസിൽ യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർദ്ധനവൊപ്പം ഗണ്യമായ നികുതി വർധനവിലും ഏറെ ബുദ്ധിമുട്ടുന്ന ജീവനക്കാർക്ക് കാലാകാലങ്ങളിൽ ലഭിക്കേണ്ട ക്ഷാമബത്ത ഏറെ ആശ്വാസമാണെന്നും യോഗം വിലയിരുത്തി. സംസ്ഥാന കൌൺസിൽ യോഗം സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഹുസൈൻ മല്ലാഞ്ചിറ ഉദ്ഘാടനം ചെയ്തു. ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജൻ ജോസ് മണ്ണുത്തി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് MR ഷാജു, B ഗുരുദത്തൻ, സന്തോഷ് വില്ലടം, സന്ദീപ്, EJ ജോബി എന്നിവർ സംസാരിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഉഭയകക്ഷി ചർച്ച പോലും നടത്താതെ RJDക്ക് സീറ്റ് അനുവദിക്കാത്തത് സോഷ്യലിസ്റ്റ് ആശയത്തോടുള്ള വെല്ലുവിളിയാണെന്ന് RJD ജില്ലാ പ്രസിഡന്റ് ജെയ്സൺ മാണി പറഞ്ഞു. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് ദുർബലമായിരിക്കെ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ പോരാടുവാൻ ഒരു ബദൽ ശക്തിയായി ഉയർന്നുവരുവാൻ സോഷ്യലിസ്റ്റ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് മാത്രമേ സാധിക്കൂ. അതിനുള്ള അവസരമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് എന്ന് RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി യൂജിൻ മൊറേലി പറഞ്ഞു. RJD തൃശൂർ മേഖലാ കൺവെൻഷനിൽ CM ഷാജി അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി വിൻസെന്റ് പുത്തൂർ, ഷോബി തോമസ്, GJ P രാഘവൻ, റോബർട്ട് ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. മാളയിൽ കാൽനടയാത്രക്കാരിയുടെ 2.5 പവന്റെ മാല സ്കൂട്ടറിലെത്തി പൊട്ടിച്ച സംഭവത്തിൽ യുവാവിനെ മാള പോലീസ് അറസ്റ്റ് ചെയ്തു. തലശ്ശേരി സ്വദേശി കടപ്പുറം ചാലിൽ ഫാസിലിനെയാണ് മാള SI CK സുരേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. മോഷ്ടിച്ച സ്കൂട്ടറിലെത്തിയാണ് ഇയാൾ മാല പൊട്ടിച്ചതെന്ന് പോലീസ് പറഞ്ഞു. വീണ്ടും പ്രധാന വാർത്തകൾ. മോദിയുടെ ഗ്യാരണ്ടിയെ ആരും വിശ്വസിക്കാൻ പോകുന്നില്ലെന്ന് മുൻ കേന്ദ്രമന്ത്രി P ചിദംബരം. അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റവും തൊഴിലില്ലായ്മയും ദുസ്സഹമായി മാറിയെന്നും ചിദംബരം. എക്സാലോജി കേസിൽ മകൾ വീണയുടെ കമ്പനിക്കെതിരായ കർണാടക ഹൈക്കോടതി വിധിയെ തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. CPM-ലെ പിണറായി യുഗത്തിന് അന്ത്യമാകുകയാണെന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ. കുതിരാൻ തുരങ്കത്തിലെ ഗാൻട്രി കോൺക്രീറ്റിംഗിൽ വിള്ളൽ കണ്ടെത്തി. 4 ദിവസം മുൻപ് നടത്തിയ ഗാൻട്രി കോൺക്രീറ്റിംഗിലാണ് വിള്ളൽ കണ്ടെത്തിയത്.
കുന്നംകുളം നഗരത്തിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണ പരമ്പര. 3 വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും പണം കവർന്നു. ജനസേവന കേന്ദ്രത്തിലെ CCTV ക്യാമറ മോഷ്ടാവ് തകർത്തു. കൃഷിനാശം മൂലം മധുകര വടക്ക് കോൾപ്പടവിലെ കർഷകർ പ്രതിസന്ധിയിൽ. മുൻ വർഷങ്ങളിൽ ലഭിച്ചിരുന്ന വിളവിന്റെ പകുതി മാത്രമാണ് ഇത്തവണ കർഷകർക്ക് ലഭിച്ചത്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.